ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പരീക്ഷാക്കാലത്ത് നോക്കിയിരിക്കുന്നത് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വീണ്ടും ഒരാൾ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതാ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ, ഈ ഗിഫ്റ്റ് ബോക്സിൽ നിറയെ കൊണ്ടുവരുന്നത് ഗിഫ്റ്റായിരിക്കും, പലതരത്തിലുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട, ഏത് പരീക്ഷയ്ക്കും ഏത് ക്ലാസ്സിലെ പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കത്ത് തയ്യാറാക്കുക. എന്താണ്? കത്തെഴുതാം. വിവിധ തരത്തിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് വേണ്ടി തരും കത്തെഴുതാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തിന് കത്തെഴുതാനായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആർക്കാണ്, സഹപാഠിക്ക് കത്തെഴുതുക അല്ലേ. സഹപാഠി തന്നെയാണ്, സഹപാഠി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും അല്ലേ. ഒരു ഒഫീഷ്യൽ അല്ലാത്ത കത്തുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ട? ടു, ഫ്രം അല്ലേ. സ്വീകർത്താവ്, പ്രേക്ഷിത, ആരയച്ചു, ആരെഴുതി എന്നൊന്നും വേണ്ട അല്ലേ. നമ്മൾ സാധാരണ കത്ത് തയ്യാറാക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇന്ന് കത്ത് എഴുതുന്നത് നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച് സുഹൃത്തിനാണ്. അപ്പം നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് മലയാളത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ടീച്ചർ കൊണ്ടുതരാം കേട്ടോ. ഓരോ ദിവസങ്ങളിലായിട്ട് ടീച്ചർ ഷോർട്ട് വീഡിയോ ആയിട്ടും കോണ്ടന്റ് വീഡിയോ ആയിട്ടും ഒക്കെ കൊണ്ടുതരാം. ലൈവ് ക്ലാസ്സുകൾ മറക്കാതെ കാണണം. ഇനി എൻ്റെ ക്ലാസ്സുകൾ 4ാം ക്ലാസ്സിലെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, സൈലത്തിൽ 4ാം ക്ലാസ്സിലെ പ്രാണ എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ട്. അതിൻ്റെ എൻഡ് ഗെയിം ബാച്ച്, അതായത് ഒരു കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഗോയിങ് ഓൺ ആണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഇതുവരെ നമുക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ, കലോത്സവങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രമേളകൾ, അതിൻ്റെ ഇടയിലൊക്കെ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ, ഒരു ബേസ് കിട്ടാതായിപ്പോയല്ലോ എന്ന് രക്ഷിതാക്കളും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരമാണ്. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഉണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിലെ പ്രാണ എൻഡ് ഗെയിമാണ്. 1175 രൂപയാണ് ഇതിൻ്റെ ഒരു പൈസ എന്ന് പറയുന്നത് കേട്ടോ. വളരെ കുറഞ്ഞ ഫീ മാത്രമേ ഉള്ളൂ. ഇനി 5ാം ക്ലാസ്സിൽ പൃഥ്വീൻ്റെ എൻഡ് ഗെയിം ഉണ്ട്. 5ാം ക്ലാസ്സിലെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ് പൃഥ്വി എൻഡ് ഗെയിം ബാച്ച്. താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതേപോലെ 6ാം ക്ലാസ്സിലുണ്ട് 1500 രൂപയ്ക്ക് എൻഡ് ഗെയിം ബാച്ച്. കംപ്ലീറ്റ് ആയിട്ട് ഉള്ള സിലബസ് തീർത്ത് തരും. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ. ഇനിയിപ്പോൾ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് മാത്രം അത് കുറയ്ക്കണോ? അവഞ്ചേഴ്സിൻ്റെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ച് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക? വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുള്ള, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുള്ള, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുന്ന ഒരു അടിപൊളി ബാച്ചാണ് കേട്ടോ എൻഡ് ഗെയിം ബാച്ച്. ഒന്ന് പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ പരീക്ഷയുടെ കത്തിലേക്ക് പോയാലോ? നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച് ഒരു ഫ്രണ്ടിന് കത്തെഴുതാണ് കേട്ടോ, ഒരു സുഹൃത്തിന്. അപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു യാത്രാനുഭവം സുഹൃത്തിന് കത്തായി എഴുതൂ എന്നാണ് പറയുന്നത്. നമുക്ക് കത്ത് എഴുതി നോക്കാം. ആദ്യം തന്നെ ഡേറ്റ് എഴുതണം കേട്ടോ. വെക്കേഷൻ സമയത്തൊക്കെയാണ് നിങ്ങൾ പോയതെങ്കിൽ പോയി വന്ന ഉടനെ തന്നെ നിങ്ങൾ സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയാണ്. അപ്പം എൻ്റെ സ്ഥലം മേപ്പയൂർ ആയതുകൊണ്ട് ഞാൻ മേപ്പയൂർ എഴുതുക. പിന്നെ തീയതിയോ എഴുതുക. പ്രിയപ്പെട്ട അമ്മൂന്, ഒരു പേരാണ് അമ്മു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പെറ്റ് നെയിമാണ് അല്ലേ. പ്രിയപ്പെട്ട അമ്മൂന്, നിനക്ക് സുഖം തന്നെ എന്ന് കരുതുന്നു. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നല്ലോ അല്ലേ? എനിക്കെല്ലാം എളുപ്പമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു യാത്ര പോയി. കാര്യം അവിടെ പറഞ്ഞു വെച്ചു. ഇവിടെ ഒരു സംബോധന അല്ലെ, അഭിസംബോധന ചെയ്യണം. പ്രിയപ്പെട്ട അമ്മൂന്, അമ്മൂനൊരു ഇതാ ഞങ്ങൾ എന്നിട്ടൊരു കോമ ഇടാം. പ്രിയപ്പെട്ട അമ്മൂന്, ആർക്കാണോ കത്തയക്കുന്നത് ഒരു കോമ ഇടാം. പിന്നെ നിനക്ക് സുഖം തന്നെ എന്ന് കരുതുന്നു. പണ്ട് മുതലേ നമ്മൾ എഴുതുന്ന കത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളതിന് കത്ത് എഴുതിയിട്ടുണ്ടോ? ഞാനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വലിയച്ഛനൊക്കെ ഗൾഫിലാവുന്ന സമയത്ത് എപ്പോഴും കത്തുകളിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഫോണൊന്നും അത്ര വ്യാപകമായിരുന്നില്ല. നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് കരുതുന്നു. സുഖം തന്നെ എന്ന് കരുതുന്നു. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നല്ലോ അല്ലേ? പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നല്ലോ. എനിക്കെല്ലാം എളുപ്പമായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു യാത്ര പോയി. നല്ല രസമുള്ള യാത്ര. യാത്രയിൽ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. സുഹൃത്തിനാണേ, വേറെ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും കൂടിയായിരുന്നു യാത്ര. വയനാട്ടിലേക്ക് ചുരം കയറണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. വയനാട്ടിലാ യാത്ര പോയത്. നല്ല സ്ഥലമാണല്ലേ.
കോടമഞ്ഞു പുതച്ച ചുരത്തിലൂടെ ഞങ്ങളുടെ വണ്ടി നീങ്ങുമ്പോൾ ഞങ്ങൾ കൈകോർത്തു പിടിച്ചു. സിബ്ലിങ്സ് അല്ലെ, ഒന്നിച്ചുള്ള ഒരു യാത്ര രസാണേ. തണുപ്പ് കാര്യമാക്കാതെ വഴിയോരത്ത് കുരങ്ങന്മാർ. അന്ന് രാത്രി ഭക്ഷണവും കഴിച്ച് വൈത്തിരി തന്നെ റൂം എടുത്തു. എവിടെ റൂം എടുത്തു എന്നൊക്കെ വയനാട് നിങ്ങൾക്ക് അറിയുന്ന സ്ഥലം മതി കേട്ടോ. ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാലോ. ഇപ്പോൾ വയനാട് എന്നുള്ള സ്ഥലത്തെക്കുറിച്ച് ഒരു ഉദാഹരണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. വൈത്തിരി പാർക്കും പൂക്കോട് തടാകത്തിലെ ബോട്ടിങ്ങും ഞങ്ങൾ ആസ്വദിച്ചു. ഇതാ പിന്നീട് നിറയെ അല്ലേ, പിന്നീട് എന്താണ്, നിറയെ ആനകളുള്ള മുത്തങ്ങക്കാട്ടിലേക്ക്, വയനാട്ടിലെ മുത്തങ്ങക്കാട്ടിലെ ആനയെ കാണാനായിരുന്നു മുൻപ് പോവുക. വലിയ 3 ആനകളെ അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോൾ ചേച്ചി പറഞ്ഞു, പുലിയും കടുവയും ഒക്കെ വരുന്നു അല്ലെ വരുമെന്ന് എന്നാക്കണേ അത്. പക്ഷെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അത് രസകരമാക്കിയതാണ്. നമ്മളൊരു കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിലൊരു ഡയലോഗില്ലേ, ജ്യോതിയും വന്നില്ല തീയും വന്നില്ല. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ പുലിയും കടുവയും ഒന്നും ഞങ്ങൾ കണ്ടില്ല. യാത്രകൾ എന്നും രസമാണ് കേട്ടോ. യാത്രയിലെ കൗതുകരമായ കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ബാക്കി നേരിൽ കാണുമ്പോൾ പറയാം അല്ലേ, ബാക്കി നേരിൽ കാണുമ്പോൾ പറയാം എന്ന് സ്നേഹത്തോടെ മാളു. സുഹൃത്തിന്, കസിന് അല്ലേ, നിങ്ങൾക്ക് കത്തയക്കുമ്പോൾ ഇത്ര മതി. ഇങ്ങനെ ഉള്ള രസകരമായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കത്തുകൾ അയക്കാം കേട്ടോ. അപ്പോൾ കത്തുകൾ അയക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ഒരു ഒഫീഷ്യൽ ലെറ്റർ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണം എന്നുള്ളത് ടീച്ചർ ലൈവ് ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മാരത്തോൺ ക്ലാസ്സുകളൊക്കെ നമുക്ക് വരുന്നില്ലേ, അതിന് കൃത്യമായിട്ടും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതാകുമ്പോൾ ഒന്നുമില്ല, ഡേറ്റും സ്ഥലവും നിങ്ങൾ എഴുതും. പ്രിയപ്പെട്ട ഇന്നയാൾക്ക് കാര്യം പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു, പിന്നെ ഇനി കാണുമ്പോൾ പറയാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്ന് സ്നേഹത്തോടെ ഇന്നയാള്. ഈ കത്ത് എഴുതുന്നതിന് ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒഫീഷ്യലായിട്ട് സ്കൂളിൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ മറ്റൊരാളെ ക്ഷണിച്ചു കൊണ്ടൊക്കെ കത്ത് എഴുതുകയാണെങ്കിൽ അതൊരു വിശിഷ്ട വ്യക്തിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നയാൾക്ക് എഴുതുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വീകർത്താവ്, അവരാണ് നിങ്ങളെ കത്ത് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അവരുടെ അഡ്രസ്സ് എഴുതുക. അതുപോലെ പ്രേക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണോ കത്ത് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും. അത് ഏതിലാണ്, ഒഫീഷ്യൽ അയക്കുന്ന കത്തിന്, ഔദ്യോഗികമായിട്ട് നിങ്ങൾ ഒരാളെ പരിപാടിക്ക് ക്ഷണിക്കുന്നു, അത്തരം കത്തുകൾ. എന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഈസിയാണ് അല്ലേ. ഇത് നമുക്ക് പെട്ടെന്നങ്ങ് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൻ്റെ കാര്യമൊക്കെ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനിയും ഇത്തരം സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും ഇവിടെ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം മിസ്സാക്കരുത്. ഒരു മാരത്തോണുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ടീച്ചർ കോണ്ടന്റ് വീഡിയോ ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.